ശ്രീനിവാസൻ. പത്മരാജൻ, MT, ലോഹിദാസ് തുടങ്ങിയ മഹാരഥന്മാർക്കൊപ്പം ചേർത്തു പറയുവാൻ പലരും മടിക്കുന്ന ഒരു പേരാണ് ശ്രീനിവാസൻ. മലയാളത്തിലെ ഏറ്റവും ജീനിയസായ തിരക്കഥാകൃത്താണ് ശ്രീനിവാസൻ. മനുഷ്യരുടെ കാപട്യവും പൊള്ളത്തരങ്ങളും നർമ്മവും ഇത്രമാത്രം പൊളിച്ചെഴുതിയിട്ടുള്ള മറ്റാരുമില്ലെന്ന് പറയാം. അദ്ദേഹം എഴുതിയിട്ടുള്ള പല വിഷയങ്ങളും കാലത്തിനൊപ്പം അല്ലെങ്കിൽ കാലത്തിനപ്പുറം സഞ്ചരിക്കുന്നവയാണ്. അദ്ദേഹത്തിന്റെ ചിത്രങ്ങളിൽ കാലഘട്ടത്തിന്റെ മാറ്റം അതിന്റെ പ്രസക്തി നഷ്ടപ്പെടാതെ ഇന്നും ഓരോ സിനിമകളും പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടവയും പുതുമ നിറഞ്ഞവയുമാണ്. സന്ദേശ സിനിമ ഇന്നും നമ്മുടെ സമൂഹത്തിൽ മലയാള സിനിമയിൽ തന്നെ വേറിട്ട് നിൽക്കുന്നു. അതിലെ കഥാപാത്രങ്ങൾ ഇന്നും നമുക്ക് ചുറ്റിലുമുണ്ട്. സന്ദേശത്തിലെ പ്രഭാകരൻ കോട്ടപ്പള്ളിയായി നർമ്മത്തിലൂടെ നമ്മെ ചിന്തിപ്പിച്ചപ്പോൾ കഥ പറയുമ്പോൾ എന്ന ചിത്രത്തിലൂടെ നമ്മെ കരയിപ്പിച്ചും നാടോടിക്കാറ്റിൽ ചെറുപ്പക്കാരുടെ തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും ദാസനു വിജയനിലൂടെയും നമുക്ക് കാണിച്ചു തന്നു. വടക്കു നോക്കി യന്ത്രത്തിലെ സംശയത്തിന്റെ നിഴലിൽ ജീവിക്കുന്ന തളത്തിൽ ദിനേശന്മാരെ ഇന്നും നമുക്ക് കാണുവാൻ കഴിയും. ചിന്താവിഷ്ടിയായ ശ്യാമളയിലെ കപട സന്യാസിയും വളരെ നർമ്മത്തിൽ അദ്ദേഹം നമുക്ക് കാണിച്ചു തന്നു. ശ്രീനിവാസന്റെ തിരക്കഥകളിൽ നിന്നും പ്രേക്ഷക ഹൃദയങ്ങളിൽ തങ്ങി നിൽക്കുന്ന കഥാപാത്രങ്ങൾ ഒരുപാടുണ്ട്. കുമാരപിള്ള സാറും പ്രകാശനം ചെയ്ത യശ്വന്ത് സഹായിയും ബാർബർ ബാലനും അശോക് രാജും കാഞ്ചനയും ജിജി ഡാനിയലും സുലോചന തങ്കപ്പനും നൂറും സേതുമാധവനും അപ്പക്കാളയും ഇങ്ങനെ നീളുന്നു പച്ചയായ കഥാപാത്രങ്ങളെ നമുക്ക് സുപരിചിതമാക്കിയ മലയാള സിനിമയിലെ ഒരു ജീനിയസ് റൈറ്റർ, ഡയറക്ടർ, ആക്ടർ എന്നിങ്ങനെ വിശേഷണങ്ങൾ ഒരുപാടുള്ള നമ്മുടെ സ്വന്തം ശ്രീനിവാസൻ.